വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അത് തന്നെ, എൻ്റെ മോളെപ്പോലെ ഇത്രയും സ്വഭാവ ഗുണമുള്ള ഭാര്യയെ കിട്ടിയിട്ടും അവൻ തോന്നിയ പോലെ നടക്കുകയായിരുന്നു, ശ്യാമള കൂട്ടിച്ചേർത്തു. അങ്ങനെയല്ലല്ലോ നാട്ടുകാർ പറഞ്ഞു കേൾക്കുന്നത്. അമ്മയുടെ അഴിഞ്ഞാട്ടം കാരണം രുദ്രനാണ് ഡിവോഴ്സിന് നോട്ടീസ് അയച്ചതെന്നാണല്ലോ. മാലതിയുടെ തുറന്നടിച്ചുള്ള ചോദ്യത്തിൽ അമ്മയുടെയും മോളുടെയും മുഖം വിളറുന്നത് മാലതിയും കൂട്ടരും ഒരു ഗൂഢ സന്തോഷത്തോടെ നോക്കിയിരുന്നു. അസൂയക്കാർക്ക് അങ്ങനെ പലതും പറഞ്ഞു നടക്കാം. എൻ്റെ കുഞ്ഞിനെ ആ ചെറുക്കേറ്റ് കൊല്ലാകൊല ചെയ്തിട്ടാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെ. ഭൂമിയോളം എൻ്റെ മോൾ ആക്രിഫൈസ് ചെയ്തു. മമ്മി, ആക്രിഫൈസ് അല്ല, സാക്രിഫൈസ്. അമ്മയ പല്ല് ഞെരിച്ചു. അത് തന്നെ. എന്തായാലും നീ അത് ചെയ്തല്ലോ, ശ്യാമള സാരി കൊണ്ട് കണ്ണുനീർ ഒപ്പിക്കൊണ്ട് പറഞ്ഞു. സത്യം പറയാലോ ശ്യാമള മാഡം, അമ്മയമോൾ ആരോ ആയി പ്രേമത്തിലാണെന്നോ അതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചതാണെന്നോ മറ്റോ ആണ് ക്ലബിലുള്ളവരൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സൂസമ്മ ഒക്കെ. മാലതി കൊള്ളി ഉരച്ച് തീ കൂട്ടി തുടങ്ങി. അപ്പുറം ശ്യാമളയുടെ മുഖം ചുവന്നു കയറി. ആ പുന്നാരമോളല്ലേലും കുറേയായി എൻ്റെ പുറകിൽ കൂടിയിട്ട്. അവളുടെ മുഖം പിടിച്ച് ഞാൻ ചുമരിലുരക്കും. ശ്യാമള പല്ല് ഞെരിച്ചു. മമ്മി, കൺട്രോൾ. അമേയ അടക്കിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ശ്യാമളയെ ഒന്ന് നോക്കി. ശ്യാമളയ്ക്ക് ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് വരുന്നതിന് കയ്യും കണക്കില്ലെന്ന് അമേയ്ക്കറിയാമായിരുന്നു. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ അത്തരം വാക്കുകൾ തങ്ങളുടെ സമൂഹത്തിലുള്ള വിലയെ ബാധിക്കുമെന്ന് അമേയ്ക്കറിയാമായിരുന്നു. ആൻറ്റി ഇപ്പോൾ ചെല്ല്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ച് വിളിച്ച് പറയാം. അമേയ മാലതിയെ നോക്കി ഒന്ന് ചിരിച്ചു. എങ്ങനെയെങ്കിലും പറഞ്ഞു പരത്താൻ ഒരു വാർത്ത ഒപ്പിച്ചെടുക്കാൻ ഇരുന്ന മാലതിയുടെ മുഖത്തെ വെളിച്ചം അപ്പോൾ തന്നെ വറ്റിപ്പോയി. അവർ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. മാലതിയും കൂട്ടരും പോയ പാടെ അമ്മയെ ഉറഞ്ഞു തുള്ളി അകത്തേക്ക് വന്നു. തള്ളേ, നിങ്ങൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് ഇപ്പോൾ ഉള്ള വില കൂടെ ഇല്ലാതാക്കരുത്. പല കളിയും കളിച്ചിട്ടാ ഞാൻ ഈ ജീവിതം കെട്ടിപ്പടുത്തത്. അത് വായിൽ തോന്നിയത് വിളിച്ചു കൂവി നശിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പെറ്റ തള്ളാണെന്ന് ഞാൻ നോക്കില്ല. അമേയ ശ്യാമളയുടെ നേർക്ക് ചീറി. ശ്യാമള ഒരു വിറയലോടെ 2 അടി മാറി നിന്നു. അമേയ ശ്യാമളയെ ഒരിക്കൽ കൂടെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് വേഗത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. മകളുടെ പോക്ക് കാണെ ശ്യാമള പുച്ഛത്തോടെ ചുണ്ടൊന്നു കൂട്ടി. തുടരെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടപ്പോഴാണ് അമേയ കണ്ണുകൾ തുറന്നത്. ഉറക്കച്ചടവോടെ അവൾ ഫോണിലേക്ക് നോക്കി. ഫോണിൽ കിഷോർ എന്ന പേര് തെളിഞ്ഞു വന്നതും അതുവരെ ഉണ്ടായിരുന്ന ക്ഷീണം അത്രയും എങ്ങോട്ടോ ഓടി മറഞ്ഞ പോലെ തോന്നി അമ്മുവിന്. വേഗത്തിൽ ഫോണെടുത്ത് അവൾ ചെവിയിലോട്ട് വെച്ചു. കിഷോർ. അത്രയും മധുരമായി അവൾ അവനെ സംബോധനം ചെയ്തു. എന്താടോ ശബ്ദം ഇങ്ങനെ, ഉറങ്ങുകയായിരുന്നോ? കിഷോർ ചോദിച്ചു. ചെറുതായി ഒന്ന് മയങ്ങി. വല്ലാത്തൊരു തലവേദന, അമ്മു പതിയെ പറഞ്ഞു. എന്തു പറ്റി? ഡോക്ടർ കണ്ടില്ലേ? കിഷോറിൻ്റെ സ്വരത്തിലെ ആകുലത അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. രാത്രി മാറി പകലാവുന്നു എന്നുള്ളൂ കിഷോർ. നിനക്കറിയാലോ, ഓരോ ദിവസവും ഞാൻ മരിച്ച് ജീവിക്കുകയാണ്. എൻ്റെ കുഞ്ഞില്ലാതെ ഒരു നിമിഷവും എൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ട് കിഷോർ. അവൾ മൂക്കൊന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രനെ സ്നേഹിച്ചു എന്നൊരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ അയാൾ എൻ്റെ കുഞ്ഞിനെയും എന്നിൽ നിന്ന് അകറ്റി. പണം വാരിയെറിഞ്ഞ് നിയമവും അയാളുടെ ഒപ്പമാക്കി. അമേയ തേങ്ങിക്കരഞ്ഞു. കരയാതടോ. ഒരു നാൾ നിന്റെ കുഞ്ഞു സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നിന്റെ അരികിലേക്ക് വരും. രുദ്രനല്ല, അമേയ എന്ന അവളുടെ അമ്മയായിരുന്നു ശരിയെന്ന് അവൾക്ക് മനസ്സിലാവും. കിഷോർ അമേയെ സമാധാനിപ്പിച്ചു. അമേയെ പതിയെ തൻ്റെ കള്ളക്കരച്ചിൽ ഒതുക്കി. പിന്നെയും ഏറെ നേരം സംസാരിച്ചാണ് ഇരുവരും ഫോൺ വെച്ചത്. അമ്മയോട് നാളെ കാണാമെന്ന് പറഞ്ഞ് ചിരിച്ചു ഫോൺ വെച്ചവൻ്റെ മുഖഭാവം പതിയെ മാറി. അവൻ്റെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞു. അവളുടെ ഒരു പൂങ്കണ്ണീര്. കിഷോറിൽ പുച്ഛം നിറഞ്ഞു. തൊട്ടടുത്ത നിമിഷം അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കിഷോർ വേഗത്തിൽ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ. അവൻ്റെ സ്വരത്തിൽ ബഹുമാനം കലർന്നു. ഉടനെ ശരിയാക്കാം ജി. എനിക്കൊരു മാസത്തെ സാവകാശം കൂടി തന്നാൽ മതി. അവൾ വലയിൽ വന്ന് ചാടിയിട്ടുണ്ട്. ഇനി ആ വല ഒന്ന് വരിഞ്ഞു മുറുക്കി കൂട്ടിക്കെട്ടിയാൽ മാത്രം മതി. കിഷോർ ഗൂഢമായ എന്തോ ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചിരിച്ചു. അമയെ അന്നേരവും കിഷോറിനെ പറ്റിയുള്ള ചിന്തകളിലായിരുന്നു. രുദ്രനുമായുള്ള വിവാഹശേഷം പരിചയപ്പെട്ടതാണ് കിഷോറിന്. ഇതുവരെ ആരോടും തോന്നാത്തൊരു വികാരം തനിക്ക് തോന്നിയിട്ടുള്ളത് കിഷോറിനോടാണ്. വെളുത്തു നുണക്കുഴികളും ചെമ്പമുടികളും ഉള്ള ഒരുവൻ. ഒരു പ്രത്യേക ആകർഷണമാണ് അവൻ്റെ കണ്ണുകൾക്ക് പോലും. രുദ്രനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പോലും കാരണം ഒരു കണക്കിന് കിഷോർ തന്നെയാണ്.
അവനോടൊപ്പമുള്ളൊരു ഭാവി ജീവിതം എപ്പോഴൊക്കെയോ താൻ കൊതിച്ചു പോയിരിക്കുന്നു. നീണ്ട തിങ്ങിയ കൂർത്ത മിഴികൾ അവൾ പതിയെ തുറന്നു. തൊട്ടരികിൽ രാജീവ്. അവൻ വലത്തെ കൈ നീട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിലിരിക്കുന്ന കീ കാണെ ദീപ്തിയുടെ മിഴികൾ വിടർന്നു വന്നു. അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ ഇറുകെ പുണർന്നു. രാജീവ്, താങ്ക് യു സോ മച്ച്. അവൻ്റെ കവിളിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ മനോഹരമായി ചിരിച്ചു. ഇന്ന് നിന്റെ പിറന്നാൾ ദിവസം ഇങ്ങനെ ഒരിടത്ത് വെച്ച് സർപ്രൈസ് തരാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇത്രയും വൈകിച്ചത്. രാജീവ് അവളെ ഒന്നോട് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദീപ്തിയുടെ ശ്രദ്ധ അന്നേരവും മുന്നിൽ കിടക്കുന്ന കാറിലേക്കായിരുന്നു. ഇഷ്ടപ്പെട്ടോ? രാജീവ് അവളുടെ നോട്ടം കാണെ എടുത്തു ചോദിച്ചു. ഓഹ്, ഒരുപാട്, ദീപ്തി ആവേശത്തോടെ പറഞ്ഞു. പകരം എനിക്കൊന്നുമില്ലേ? അവളുടെ ഉടലളവുകളിലേക്ക് തെന്നിത്തെറിച്ചുകൊണ്ട് അവൻ്റെ നോട്ടം നീണ്ടു. ദീപ്തിയുടെ മുഖത്തെ തെളിച്ചം പൊടുന്നനെ കെട്ടുപോയി. അവളുടെ കണ്ണിൽ എന്തെന്നില്ലാത്ത ഒരു ഭീതി നിഴലിച്ചു. എന്താടോ, എന്താ താൻ മറുപടിയൊന്നും പറയാത്തത്? ഇന്ന് തന്നെ വേണോ രാജീവ്? ദീപ്തി അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു. വേണം. അവൻ്റെ സ്വരത്തിൽ വല്ലാത്തൊരു ഉറപ്പ് നിറഞ്ഞു. ഇനി അവനെ ഒന്ന് പറഞ്ഞു തടുക്കാൻ കഴിയില്ലെന്ന് ദീപ്തിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ നെടുവെറുപ്പോടെ അവനെ തന്നെ നോക്കി നിന്നു. അതുവരെ അവളുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം അത്രയും ഒരു നിമിഷം കൊണ്ട് കെട്ടുപോയി തുടങ്ങിയിരുന്നു. ശീതീകരിച്ച സകല ആഡംബരവും നിറഞ്ഞ മുറിയിൽ തൻ്റെ അരികിലായി അർദ്ധനഗ്നനായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന രാജീവിനെ ദീപ്തി വെറുപ്പോടെ നോക്കി. ദേഹം മൂടിയ പുതപ്പ് വാരി ചുറ്റിക്കൊണ്ട് ദീപ്തി വേച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. ഷവറിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിൽ അവളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നീറിപ്പുകഞ്ഞു തുടങ്ങി. കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായി രാജീവ് തന്നെ ക്രൂരമായി ഉപയോഗിക്കുകയായിരുന്നു. അയാളുടെ ഒരു രീതി അങ്ങനെയാണ്, വേദനിപ്പിച്ച ആനന്ദം കണ്ടെത്തുന്ന ഒരു തരം വൈകൃതം. പങ്കാളിയുടെ മാനസികാവസ്ഥ പോലും അയാൾ അന്നേരം കണക്കിലെടുക്കില്ല. അറിയാതെ എങ്ങാനും കരഞ്ഞു പോയാൽ അയാളുടെ ഭ്രാന്ത് രണ്ടിരട്ടിയാവും. പിന്നെയും അതേ രീതിയിൽ അയാൾ നോവിച്ച് രസിക്കും, ഉറക്കെ കരയിക്കും. അയാളുടെ കൂടെ ശരീരം പങ്കിടുന്ന ഓരോ നിമിഷവും ദീപ്തിയുടെ ഉള്ളിൽ ഗൗരിയുടെ മുഖം നിറഞ്ഞു വരും. അവൾ എത്രത്തോളം അനുഭവിച്ചു കാണുമെന്ന് ദീപ്തിക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പ്രതികരിക്കുന്നത് ബുദ്ധിയല്ല, രാജീവിൻ്റെ കയ്യിലുള്ള പൂത്ത പണം തന്നെയായിരുന്നു ദീപ്തിയുടെ ലക്ഷ്യം. അതിനൊരു പരിധിവരെ എന്തും സഹിക്കാൻ അവൾ ഒരുക്കമായിരുന്നു. എല്ലാം കാൽച്ചുവട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാജീവ് വെറും കറിവേപ്പില. ദീപ്തി അത് പലതും മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പതിവില്ലാത്ത രീതിയിൽ അമ്മയുടെ മുഖത്തെ പരിഭ്രമം ഗൗരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അന്ന്. ഒന്നിലും ഒരു ശ്രദ്ധ കിട്ടാതെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന പോലെ. വീട്ടിലെ സകല ജോലികളും ഒതുക്കിയായിരുന്നു താനും അമ്മയും വിവാഹത്തിന് മുന്നേ കൈലാസത്ത് പോയിരുന്നത്. മുത്തശ്ശിയെ നോക്കൽ തൻ്റെ ചുമതലയും അടുക്കള പണി അമ്മക്കുമായിരുന്നു. അമ്മ അതിരാവിലെ പോവും. ഗൗരി വീട്ടിൽ ബാക്കി വന്ന ജോലികൾ ഒതുക്കി ഒരു 9 മണിയോടെയും. അങ്ങനെയായിരുന്നു പണ്ടുള്ള ശീലം. രാജീവുമായുള്ള വിവാഹം കഴിഞ്ഞ ശേഷം പിന്നെ ഒരിക്കൽ പോലും ഗൗരി ആ പടി ചവിട്ടിയിട്ടില്ല. മുത്തശ്ശിയെ കാണാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും ആ വീട്ടിൽ തളം കെട്ടി കിടക്കുന്ന നനവോർമ്മകൾ ഇനിയും ഉള്ളിൽ കയറിയാലോ എന്നൊരു ഭയമാണ് ഗൗരിക്ക് മുന്നിൽ. ഓരോന്നും മറക്കാൻ ശ്രമിക്കുന്തോറും രണ്ടിരട്ടിയായി ഉള്ളിലേക്ക് ഇരച്ചു കയറുന്നത് അല്ലാതെ ഒന്നും പടിയിറങ്ങി പോകുന്നില്ല. മോളെ, അമ്മ ഇറങ്ങുന്നു. ഇനി അഥവാ ഞാൻ അല്പം വൈകുകയാണെങ്കിൽ നീ ഇവിടെ തനിച്ചിരിക്കേണ്ട, ചിത്രയുടെ വീട്ടിലേക്ക് പോയിക്കോ. അമ്മയുടെ സ്വരമാണ് ഗൗരിയെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. സാവിത്രി തിടുക്കത്തിൽ പുറത്തേക്ക് കടക്കാനൊരുങ്ങവേ ഗൗരി അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അമ്മ എന്നിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ഗൗരി നെറ്റി ചൊളിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി. അമ്മയോ? എന്ത് മറക്കുന്നു? മോൾക്ക് തോന്നിയതാവും. സാവിത്രി സാരിത്തലപ്പ് കൊണ്ട് മുഖത്തെ വിയർപ്പൊപ്പിക്കൊണ്ട് പറഞ്ഞു. അമ്മ, കാര്യം പറ. എന്താ അമ്മക്ക് പറ്റിയത്? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ഗൗരി ഇരു കൈകളും കൂട്ടിക്കെട്ടിക്കൊണ്ട് അമ്മയെ തന്നെ നോക്കി നിന്നു. അത് സാവിത്രി പറയാനൊന്നും മടിച്ചു. പറ അമ്മേ. ഗൗരി അവർക്ക് ധൈര്യം നൽകി. മോളെ, കൈലാസത്ത് വീട്ടിലേക്ക് ഇന്ന് രുദ്രന്മോ വരുന്നുണ്ട്. സാവിത്രി മടിച്ചു പറഞ്ഞു. രുദ്രൻ. ആ പേര് കേൾക്കെ ഗൗരിയുടെ ഹൃദയം രണ്ടായി പിളർന്നു. രക്തം പൊടിഞ്ഞു തുടങ്ങി. ഗൗരിക്ക് ദേഹം തളരുന്നത് പോലെ തോന്നി. ഇനി കുറച്ചു കാലം ഇവിടെ രുദ്രമോൻ ഉണ്ടാവുമെന്നാ പറഞ്ഞു കേട്ടത്. സാവിത്രി വേദനയോടെ ഗൗരിയെ നോക്കി. അവളുണ്ടാകുമല്ലേ കൂടെ? നമ്മളുടെ അമ്മു? ഗൗരിക്ക് ചോദിക്കുമ്പോൾ ശ്വാസം വിങ്ങുന്ന പോലെ തോന്നി. നമ്മളുടെ അമ്മുവോ? അതാരാ? അങ്ങനെ ഒരാൾ നമുക്കുണ്ടോ? അമേയ, രുദ്രൻ്റെ ഭാര്യ അമേയ, അത്ര മതി. എല്ലാം കേട്ട് വന്ന ചിത്ര പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി നിറകണ്ണുകളോടെ ചിത്രയെ നോക്കി.
അത് മക്കളെ. സാവിത്രി ഇരുവരെയും നോക്കിക്കൊണ്ട് എന്തോ പറയാനുള്ളതുപോലെ നിന്നു. എന്താ അമ്മ? ചിത്ര സംശയത്തോടെ അവരെ നോക്കി. രുദ്രനും അമ്മയെയും വേർപിരിഞ്ഞു എന്നാണ് പറഞ്ഞു കേട്ടത്. കൈലാസത്തെ വീട്ടിൽ ഇന്നലെ അതായിരുന്നു ചർച്ച. അമ്മയുടെ വാക്കുകൾ കേൾക്കെ തീക്കൊള്ളിയിൽ ചവിട്ടിയ പോലെയാണ് ഗൗരിക്ക് തോന്നിയത്. ചിത്രയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. ചിത്ര കാര്യങ്ങൾ സാവിത്രിയോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അത്രയും ഗൗരിയുടെ ശ്രദ്ധ അവിടെ ഒന്നുമായിരുന്നില്ല. അവളുടെ ചെവിയിൽ വല്ലാത്തൊരു മൂളൽ മാത്രമായിരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാണ്. ഇനി വീണ്ടും ഒരു കണ്ടുമുട്ടൽ. ഇനിയും രുദ്രനെ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമോ? അവളുടെ ഉള്ളിൽ ആ ഒരു ചിന്തയിൽ പോലും കിടുകിട വിറച്ചുപോയി. വേവുന്ന ഹൃദയത്തോടെയാണ് അന്ന് ഒരു ദിവസം മുഴുവൻ ഗൗരി തള്ളി നീക്കിയത്. കൈലാസത്തിൽ നിന്നും തിരികെ അമ്മ വരുന്നവരെ അവൾ തീയിൽ ചവിട്ടിയായിരുന്നു നിന്നത്. സാവിത്രി പതിവ് പോലെ വന്ന് കുളിച്ച് നാമം ജപിക്കലും അടുക്കളപ്പണിയും മറ്റുമായി കൂടി. അതിനിടയിൽ ഒരിക്കൽ പോലും അമ്മ രുദ്രനെ പറ്റി തന്നോട് പറയുന്നില്ലല്ലോ എന്ന് ഗൗരി ഓർത്തു. മോളെ. രാത്രി അത്താഴം കഴിഞ്ഞ് കിടക്കാൻ നേരമാണ് സാവിത്രി ഗൗരിയെ വിളിച്ചത്. എന്താ അമ്മ? രുദ്രൻ കുഞ്ഞ് എത്തിയിട്ടുണ്ട്. കൂടെ ഒരു കുഞ്ഞുണ്ട്. ഗൗരി നിർവികാരമായി ഒന്ന് മൂളി. അമ്മയ്ക്ക് മറ്റാരുമായ ബന്ധമുണ്ടെന്നോ? വലിയൊരു തുക നഷ്ടപരിഹാരം എഴുതി വാങ്ങിയാണ് രുദ്രനുമായിട്ടുള്ള വിവാഹബന്ധം ഒഴിവാക്കിയത് എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടു. സാവിത്രി കൂട്ടിച്ചേർത്തു. അല്ലെങ്കിലും അവൾക്ക് ആരോടാണ് അമ്മ ആത്മാർത്ഥത ഉണ്ടായിട്ടുള്ളത്? അമ്മു അവൾക്ക് വേണ്ട വിധം ഉപയോഗിക്കാൻ മാത്രം തിരഞ്ഞെടുത്തിട്ടുള്ളതായിരുന്നു അവൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങൾ. പക്ഷെ ഓരോ വട്ടം അവൾ ജയിക്കുമ്പോഴും അവൾ കാണിച്ചിരുന്ന വിശ്വാസവഞ്ചനയിൽ തകർന്നിരുന്ന ഒരു കൂട്ടം ആളുകളെ അവൾ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും ഗൗരിക്ക് നോവുന്നുണ്ടായിരുന്നു. അത്രയും കൂടെ നിർത്തി സ്നേഹിച്ച ഒരുത്തിയാണ് ചങ്കും പറിച്ചു കൊണ്ടുപോയത്. ഗൗരി കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഒരു നെടുവീർപ്പോടെ മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ അലസമായി ഉറക്കം വരാതെ കിടക്കുമ്പോൾ അത്രയും കഴിഞ്ഞുപോയ കാലങ്ങളായിരുന്നു ഗൗരിക്കുള്ളിൽ. ഡി ഗൗരി, രാവണൻ വരുന്നതിന് മുമ്പേ അത് വെച്ചിട്ടിങ്ങ് വാ. അങ്ങേരുടെ കയ്യിൽ കിട്ടിയുള്ള സ്ഥിതി അറിയാമല്ലോ. നമ്മൾ രണ്ടിനെയും ഓടിച്ചു കൊടുത്ത് വല്ല മരത്തിലും കെട്ടി തൂക്കും. ചിത്ര ഭയത്തോടെ ചുറ്റും നോക്കി. ഗൗരി ബുള്ളറ്റിൻ്റെ ഇടയിലേക്ക് താൻ വരച്ച ചിത്രം തിരികുകയായിരുന്നു അന്നേരം. ഇതിപ്പോൾ 13ാമത്തെ ചിത്രമാണ്. ഓരോ ചിത്രം കിട്ടുമ്പോഴും രുദ്രൻ പല്ലിഞ്ഞെരിച്ച് ഗൗരവത്തോടെ വരച്ച ആളെ കിട്ടാൻ ചുറ്റും നോക്കുന്നത് കാണാം. അതുകൊണ്ട് ഇരുവരും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന ജോലിയാണത്. മുഖത്തൊരു ഭാവമാറ്റവും ഇല്ലാതെ ചിത്രവും നാലായി മടക്കി കയ്യിൽ വെച്ച് പോകുന്നത് കാണാമെന്നല്ലാതെ രുദ്രൻ്റെ മനസ്സിൽ എന്താണെന്ന് വായിക്കാൻ ഇരുവർക്കും സാധിച്ചിട്ടുമില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. ഗൗരി ചിത്രം വെച്ച് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങവെയാണ് മറ്റൊരു കടലാസ് തുണ്ട് വണ്ടിയിലിരിക്കുന്നത് കാണുന്നത്. ഗൗരി അല്പം സംശയിച്ച് നിന്നു. എന്താടി, ഇങ്ങോട്ട് വാ. ചിത്ര ചുറ്റും നോക്കി ശബ്ദമടക്കി അവളെ അരികിലേക്ക് വിളിച്ചു. രുദ്രൻ ഏത് നിമിഷവും വരുമെന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഇടി ചിത്രേ, ഇതിൽ വേറൊരു കടലാസ്. വായും പൊളിച്ച് നിൽക്കാതെ അതെടുത്തിങ്ങ് വാ. മിക്കവാറും അത് നിനക്കുള്ള എണി തന്നെയായിരിക്കും. ചിത്ര സ്വകാര്യം പോലെ പറഞ്ഞു. ഗൗരി ഒന്ന് തലയാട്ടിക്കൊണ്ട് കടലാസ് എടുത്തുകൊണ്ട് ചിത്രയുടെ അരികിലേക്ക് ഓടി. തൊട്ടടുത്ത നിമിഷം രുദ്രൻ അവിടേക്ക് വന്നിരുന്നു. തലനാരിഴക്കാണ് താൻ രക്ഷപ്പെട്ടതെന്ന് തോന്നിപ്പോയി ഗൗരിക്ക്. ദേടാ, കഴിഞ്ഞ വട്ടത്തെ പോലൊരു കടലാസ്. വണ്ടിക്കരികിലെത്തിയ വിഷ്ണു ആണ് ആദ്യം ഗൗരി വെച്ച കടലാസ് കണ്ടത്. രുദ്രൻ ചിത്രം കീറിക്കളഞ്ഞ അന്ന് മാത്രമേ വിഷ്ണു അവനൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും അതുപോലെയുള്ള ചിത്രങ്ങൾ കിട്ടിയതും താൻ അത് സൂക്ഷിച്ചു വെക്കുന്നതുമൊന്നും രുദ്രൻ മനഃപൂർവ്വം തന്നെ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് മതി വിഷ്ണുവിന് തന്നെ കളിയാക്കാൻ. ലോകത്തെ ആനന്ദവല്ലി എന്ന അവൻ്റെ മുത്തശ്ശിയോടും ഉറ്റ സുഹൃത്തായ വിഷ്ണുവിനോടും മാത്രമേ അവൻ അല്പം അയഞ്ഞ് സംസാരിക്കാറുള്ളൂ. അതിനുമപ്പുറം ഒരു പരിധിവരെ ആരെയും അവൻ ജീവിതത്തിലേക്ക് അടുപ്പിച്ചിട്ടില്ല. ഏതവളാണ് ഈ പണിയൊപ്പിക്കുന്നത്? വിഷ്ണു ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം അത്രയും വിഷ്ണുവിൻ്റെ കയ്യിലുള്ള കടലാസിലേക്കായിരുന്നു രുദ്രൻ്റെ ശ്രദ്ധ. ഓരോ വട്ടം ഓരോ പെയിൻറ്റിങ് കാണുമ്പോഴും തൻ്റെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് രുദ്രൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ തോറ്റു കൊടുക്കാൻ വയ്യ, അതാരോടും സമ്മതിച്ചു കൊടുക്കാനും വയ്യ. ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് പോലും തനിക്കറിയില്ല. തന്നെ കളിപ്പിക്കാൻ ആരെങ്കിലും ചെയ്യുന്നതാണോ അതോ ഇഷ്ടം കൊണ്ടാണോ ഒന്നും അറിയില്ല രുദ്രന്. രുദ്രൻ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും വിഷ്ണു അത് തുറന്നുപോലും നോക്കാതെ വലിച്ചു കീറിയിരുന്നു. ഇവളുമാരൊക്കെ കയറൂരി വിട്ടേക്കുവാണോ? വിഷ്ണു പിറുപിറുത്തു. രുദ്രനൊന്ന് തടയാൻ കഴിയുന്നതിനു മുൻപേ വിഷ്ണു അത് ചവിട്ടിക്കൂട്ടി എറിഞ്ഞിരുന്നു. തൊട്ടടുത്ത നിമിഷം രുദ്രൻ വിഷ്ണുവിൻ്റെ കരണം പുകച്ചൊന്നു കൊടുത്തു. അടികൊണ്ട് വിഷ്ണു പകച്ചുപോയി. എന്താടാ, നീ എന്തിനാ എന്നെ തല്ലിയേ? വിഷ്ണു കണ്ണും വീഴ്ച രുദ്രനെ നോക്കി.
നിന്നെ തല്ലുകയല്ല കൊല്ലുകയാ വേണ്ടത്. നിലത്ത് ചുരുണ്ട് കിടക്കുന്ന പേപ്പർ നോക്കി രുദ്രൻ പിറുപിറുത്തു. വിഷ്ണു വായും പൊളിച്ച് നിന്നുപോയി. അല്ലെങ്കിലും നിന്നെപ്പോലെ തലക്ക് വെളിവില്ലാത്ത ഒന്നിനെ കൂടെ കൊണ്ട് നടക്കുന്ന എന്നെ പറഞ്ഞാൽ പോരെ. രുദ്രൻ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവൻ വെട്ടിത്തിരിഞ്ഞ് വണ്ടിയിലോട്ട് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നിലത്ത് കിടക്കുന്ന കടലാസ് എടുക്കണമെന്ന് ഉണ്ടായിരുന്നുവെങ്കിലും വിഷ്ണുവിൻ്റെ മുന്നിൽ വെച്ചുള്ള ആ സാഹസത്തിന് തൽക്കാലം രുദ്രൻ വേണ്ടെന്ന് വെച്ചു. നീ ഇതെങ്ങോട്ടാ? ഞാനുണ്ട്. വിഷ്ണു വണ്ടിയിൽ കയറാൻ ഒരുങ്ങി. നടന്നങ്ങ് എന്നേച്ചാൽ മതി. മനുഷ്യൻ്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് ദ്രോഹി. രുദ്രൻ ഞൊടിയിടയിൽ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പാഞ്ഞു. ദൈവമേ, ഇവനെ പൊട്ടം കടിച്ചാ? വിഷ്ണു കവിളിൽ തലോടിക്കൊണ്ട് സ്വയം പറഞ്ഞു. വിഷ്ണുവിൻ്റെ മാത്രമായിരുന്നില്ല. അന്നേരം കാഴ്ച കണ്ടു നിന്ന ചിത്രയുടെയും ഗൗരിയുടെയും കിളികൾ ഒന്നാകെ കൂടും കിടക്കയും എടുത്ത് പറന്നു പോയിരുന്നു. എടി, അങ്ങേർക്ക് ചെറിയ ആട്ടമുണ്ടോ? ചിത്ര സംശയത്തോടെ ഗൗരിയെ നോക്കി. ഏയ്, ഇത്ര പെട്ടെന്നോ? ഗൗരി വിലങ്ങനെ തലയാട്ടി. ഇനിയിപ്പോൾ ഉണ്ടോ? ഗൗരി ഒന്ന് ആലോചിച്ചുകൊണ്ട് ചിത്രയെ തുറച്ചു വെച്ച് നോക്കി. വിഷ്ണുവേട്ട കടലാസ് വലിച്ചു കയറിയപ്പോൾ തന്നെയാണ് നിന്റെ ഒറ്റയാനും മതം പൊട്ടിയത്. ചിത്ര തൻ്റെ ഊഹം മറച്ചു വെച്ചില്ല. ആണോടി, ശരിക്കും? ഗൗരിയുടെ കണ്ണുകൾ കൗതുകം കൊണ്ട് വിടർന്നു വന്നു. നിനക്ക് കിട്ടിയ കടലാസ് തുറന്നു നോക്കിക്കേ. ഇനി വല്ല പ്രേമലേഖനവും മറ്റാണെങ്കിലോ? ചിത്രയുടെ മിഴികൾ ഗൗരിയുടെ വലത്തെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന കടലാസിലേക്ക് നീണ്ടു. ഗൗരി പൊടുന്നനെ അത് തുറന്നു നോക്കി. അതിലുള്ള അക്ഷരങ്ങളിലൂടെ കണ്ണോടിക്കവേ ഗൗരിക്കും ചിത്രക്കും കരയണോ ചിരിക്കണോ എന്നറിയാതെയായി. ഗൗരി പൊടുന്നനെ അത് തുറന്നു നോക്കി. അതിലുള്ള അക്ഷരങ്ങളിലൂടെ കണ്ണോടിക്കവേ ഗൗരിക്കും ചിത്രക്കും കരയണോ ചിരിക്കണോ എന്നറിയാതെയായി. നീ ആരാ? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വന്ന് നിൽക്കടി. 2 വരിയിൽ ഒതുക്കിയ കത്ത് കാണാൻ ചിത്രയും ഗൗരിയും തൊട്ടടുത്ത നിമിഷം പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. നീ എന്ത് തീരുമാനിച്ചു? മുന്നിൽ പോയി നിൽക്കുന്നോ? ചിത്ര അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ജീവനോടെ നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ലല്ലേ? ഗൗരി ചുണ്ടൊന്നു കൂട്ടി. ഈ കാട്ടുപോത്തിനൊന്നും മെരിക്കാൻ ഇനിയും നമ്മൾ ഒരുപാട് കാലം ഓടേണ്ടി വരും. ചിത്ര ആലോചനയോടെ പറഞ്ഞു. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പുണ്ട് ഗൗരി, നിന്റെ ചിത്രങ്ങൾ ആ ചങ്കിൽ എവിടെയൊക്കെയോ കയറി കൊളുത്തിയിട്ടുണ്ട്. രാവണൻ്റെ കണ്ണിൽ കാണാനുണ്ട് ആ പിടപ്പ്. ചിത്ര തറപ്പിച്ച് പറഞ്ഞു. നീ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞിട്ട് ഞാൻ അങ്ങേരുടെ മുന്നിൽ പോയി നിൽക്കണം, എന്നിട്ട് അങ്ങേരെ എന്നെ എടുത്തിട്ട് പിഴിയണം, അതൊക്കെയല്ലേ മോളെ നിന്റെ ഉദ്ദേശം? 8 മടക്കി കൈ വെച്ച കേട്ടോ. ഗൗരി ചിത്രയെ നോക്കി കണ്ണുരുട്ടി. കൊച്ചു കള്ളി, കണ്ടുപിടിച്ചു. ചിത്ര പല്ലിയളിച്ച് ചിരിച്ചു. നീ ഇങ്ങോട്ട് വാ, പോയിരുന്ന് അടുത്ത പെയിൻറ്റിങ് തട്ടിക്കൂട്ടാനുള്ളതാ. ഗൗരി ചിത്രയുടെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. നിനക്ക് വട്ട. ചിത്ര ഗൗരിയെ നോക്കി ഒന്ന് പുച്ഛിച്ചു. അതെ, ഭ്രാന്ത് തന്നെയാ, രുദ്രൻ എന്ന ഭ്രാന്ത്. ഗൗരിയുടെ ചുണ്ടോളം ഒരു കുഞ്ഞു ചിരി വന്നു നിന്നു. മോളിതെങ്ങോട്ടാ? സാവിത്രി പതിയെ ചോദിച്ചു. അശ്വിനി ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു അമ്മേ. എത്രയാണെന്ന് വെച്ചിട്ടാ അമ്മ ഈ വീട്ടിൽ ഇങ്ങനെ ചടച്ചിരിക്കുന്നത്? വിവാഹത്തിന് മുന്നേ ചേച്ചിക്ക് വരുന്ന ഓർഡറിൽ പകുതി ഞാനല്ലേ തയ്ച്ചു കൊടുത്തിരുന്നത്. ചേച്ചിക്ക് വർക്കുണ്ടെങ്കിൽ കൂടെ ചേരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗൗരി ഒരു മങ്ങിയ ചിരിയോടെ പറഞ്ഞു. സാവിത്രിയുടെ മുഖം അത് കേട്ടപാടെ വാടിത്തുടങ്ങിയത് ഗൗരി ശ്രദ്ധിച്ചു. തൻ്റെ വിവാഹം കഴിയുന്നതോടെ ഞാൻ രക്ഷപ്പെടുമെന്നാണ് അമ്മ കരുതിയിരുന്നത്. സ്വർഗത്തിലേക്കാണ് തന്നെ വിവാഹം ചെയ്തയക്കുന്നത് എന്നൊരു വിശ്വാസമായിരുന്നു അമ്മക്ക്. പക്ഷെ ചെന്ന് കയറിയപ്പോഴാണ് അതൊരു നരകമാണെന്നും അതിനുള്ളിലുള്ള മനുഷ്യത്തോലിട്ട് ചെകുത്താനാണ് രാജീവേട്ടൻ എന്നും അമ്മക്ക് തിരിച്ചറിയുന്നത്. ഗൗരി ഒരു നെടുവീർപ്പോടെ മുറ്റത്തേക്ക് ഇറങ്ങി. അല്പം നടന്നപ്പോഴാണ് മഴക്കുള്ള വക ഉണ്ടെന്ന് തോന്നിയത്. കാർമേഘങ്ങൾ മാനത്ത് തിങ്ങി നിറഞ്ഞു തുടങ്ങിയിരുന്നു. ഗൗരി തൻ്റെ നടത്തത്തിൻ്റെ വേഗത കൂട്ടിക്കൊണ്ടിരുന്നു. മണിയേട്ടൻ്റെ വീടും കടന്ന് ആൽത്തറയിലോട്ട് കയറിയപ്പോൾ സ്ഥിരം ചീട്ടുകളി സംഘം അവിടെ ഹാജരുണ്ട്. ചിലരെല്ലാം തന്നെ ചൂഴ്ന്നു നോക്കുന്ന പോലെ ഗൗരിക്ക് വെറുതെയെങ്കിലും തോന്നി. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, പെണ്ണൊരുത്തി കെട്ടിയ താലി ഒഴിവാക്കി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നാട്ടുകാർക്ക് പറയാൻ ഇഷ്ടം പെണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നായിരിക്കും. അവളുടെ സ്വഭാവം ഗുണം കൊണ്ടാണ് ചെറുക്ക ഇട്ടിട്ട് പോയതെന്നായിരിക്കും. ഇപ്പോൾ തന്നെയും ആ ഗണത്തിൽ പെടുത്തി കാണും എല്ലാവരും ചേർന്ന്. ഗൗരി നടത്തത്തിൻ്റെ വേഗത കൂട്ടി. അശ്വിനി ചേച്ചിയുടെ വീടെത്തിയപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. കടുത്ത വേനലിനൊരു അറുതി വന്നെന്ന പോലെ അത് തുള്ളിക്കൊരു കുടം വെച്ച് ചുരിയുകയായിരുന്നു. വാതിലിൽ ഒന്ന് മുട്ടി. ഇട്ടിരിക്കുന്ന സാരി നനഞ്ഞ തോളിലൂടെ ഒന്നുകൂടെ ചുറ്റിയെടുത്തു. പക്ഷേ പ്രതീക്ഷിക്കാതെ വാതിൽ തുറന്നത് ഭരതൻ ചേട്ടനായിരുന്നു. ആ, ഗൗരിമോളോ? അയാളൊന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ഞാൻ ചേച്ചിയൊന്ന് കാണാൻ. ഗൗരി അകത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, അവളകത്തുണ്ടല്ലോ മോളെ, മോളിങ്ങ് കയറി വാ, പുറത്ത് നല്ല മഴയാണ്. ഭരതൻ വാതിലിൻ്റെ അടുത്ത ഭാഗവും തുറന്നിട്ടുകൊണ്ട് പറഞ്ഞു. ഗൗരി ഒന്ന് മടിച്ചു നിന്നു. എടിയേ, നീ ഇങ്ങോട്ട് വന്നേ. ദേ, നമ്മളുടെ ഗൗരിമോള് ഇവിടെ നിന്ന് മഴ കൊള്ളുന്നു.
ഞാൻ അകത്തോട്ട് കയറാൻ പറഞ്ഞിട്ട് ഈ കൊച്ചു കേൾക്കുന്നില്ല. ഭരതൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അവൾ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയാണെന്ന് തോന്നുന്നു മോളെ, നീ ഇങ്ങ് വാ. ഏയ് കുഴപ്പമില്ല ചേട്ടാ, ഞാൻ അകത്ത് പോയി ചേച്ചിയെ കണ്ടോളാം. ഗൗരി കാലിലെ ചെരുപ്പൂരി വേഗത്തിൽ ഇറയത്ത് വീഴുന്ന വെള്ളത്തിൽ കാലൊന്ന് കഴുകിക്കൊണ്ട് കാലിൽ പറ്റിയ മണ്ണ് കഴുകിക്കളഞ്ഞു. അകത്തേക്ക് കയറിയ ഗൗരി ചുറ്റും നോക്കി. പൊടുന്നനെ തൻ്റെ പിന്നിൽ വാതിലടയുന്ന ശബ്ദം അവൾ കേട്ടു. ഭരതൻ വാതിലിൽ ചാരി നിന്ന് ഗൗരിയെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയ ശേഷം വാതിലിൻ്റെ കുറ്റി നീക്കി. ചേച്ചി ചേച്ചി എവിടെ? ഗൗരിക്കെന്തോ പന്തികേട് തോന്നി. അവള് രാത്രിയെ വരത്തുള്ളൂ മോളെ, അതുവരെ നമുക്കെന്തെങ്കിലും സംസാരിച്ചിരിക്കാം. പുറത്ത് നല്ല തണുപ്പല്ലേ? അയാളിൽ ഒരു വഷളൻ ചിരി ഉടലെടുക്കുന്നത് ഗൗരി ഒരു ഉൾക്കിടലത്തോടെ കണ്ടു. എനിക്ക് പോകണം. ഗൗരി പൊടുന്നനെ വാതിൽ തുറക്കാനാഞ്ഞു. പോവല്ലേ മോളെ, ഭരതൻ ചേട്ടൻ പറയട്ടെ. ഭരതൻ അവളുടെ കയ്യിൽ പിടിമുറുക്കി. ഗൗരി കുതറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. രാജീവ് മോളെ ഉപേക്ഷിച്ചു അല്ലേ? സാരല്ല, പോട്ടെ. മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, പ്രത്യേകിച്ച് ഈ ഭരതേട്ടൻ. എന്താവശ്യമുണ്ടെങ്കിലും മോൾക്ക് എന്നോട് പറയാൻ കേട്ടോ, എന്താവശ്യമുണ്ടെങ്കിലും. അയാൾ അർത്ഥം വെച്ചുകൊണ്ട് അവളെ ചൂഴ്ന്നൊന്ന് നോക്കി. ഗൗരിക്ക് ദേഹത്ത് പുഴുകരിക്കും പോലെ തോന്നി. വിട്. അവൾ സർവ്വശക്തിയും എടുത്ത് കുതറി. തൊട്ടടുത്ത നിമിഷം ഭരതൻ ഗൗരിയെ ബലമായി കടന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു. ഗൗരി വെറുപ്പോടെ അയാളെ പുറകോട്ട് തള്ളി. ഭരതൻ ബാലൻസ് കിട്ടാതെ പുറകിലേക്ക് ആഞ്ഞു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഗൗരി വേഗത്തിൽ പുറത്തേക്ക് ഓടി. അച്ഛൻ്റെ പ്രായമുള്ളൊരു മനുഷ്യനിൽ നിന്ന് നേരിടേണ്ടി വന്ന നീചമായ അനുഭവം അവളെ മാനസികമായും ശാരീരികമായും തളർത്തി കഴിഞ്ഞിരുന്നു. അതിനുമപ്പുറം ഭയം അവളെ വലിഞ്ഞു മുറുക്കുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പുറത്തേക്ക് ഓടിയപ്പോഴാണ് കുറുകെ ഒരു വണ്ടി വന്ന് നിന്നത്. തന്നെ തട്ടിയില്ല എന്ന മട്ടിലായിരുന്നു ആ കാറിൻ്റെ നിൽപ്പ്. ശക്തമായ മഴയിൽ ഗൗരിക്ക് കാറിൽ ഇരുന്ന ആളെ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. അന്നേരവും അവളുടെ ഉള്ളിൽ ഭരതൻ്റെ വികൃതമായ രൂപമായിരുന്നു. കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നത് ഗൗരി അവ്യക്തമായി കണ്ടു. ആ രൂപം തന്നിലേക്ക് അടുക്കുന്നതും പരിചിതമായൊരു ഗന്ധം തന്നെ വന്ന് മൂടുന്നതും ഗൗരി ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു. ഗൗരി കണ്ണൊന്ന് ചിമ്മി തുറന്നു. തൊട്ടരികിൽ അവൻ, തൻ്റെ പ്രാണനായിരുന്നവൻ, തൻ്റെ ശ്വാസമായിരുന്നവൻ, തൻ്റെ പ്രണയം, കയ്യെത്തും ദൂരത്ത്. ഗൗരിക്ക് പൊടുന്നനെ അടിമുടി കുളിർന്നു. അവൾ ഒരു ചെറിയ ഉലച്ചിലോടെ രുദ്രൻ്റെ കൈകളിലേക്ക് തളർന്നു വീണു. അവൻ്റെ നീണ്ട മുടിയിഴകളിൽ നിന്നും ഒഴുകി ഓടിയിറങ്ങുന്ന മഴത്തുള്ളികൾ ഗൗരിയുടെ മുഖത്തേക്ക് ഇറ്റി വീണു തുടങ്ങിയിരുന്നു. തുടരും സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സീരീസിന് അത്യാവശ്യം സപ്പോർട്ട് കിട്ടിയാൽ മാത്രമാണ് ഞാൻ ലോങ് സ്റ്റോറി ഇനിയും തുടർന്ന് പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നേക്കരുതേ. പിന്നെ ചിലർക്ക് വായിക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ടെന്ന് പറയുന്നു. പ്രസൻറ്റും പാസ്റ്റും ഒരുമിച്ച് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ. സോ ഞാൻ എഴുതുന്ന സമയത്ത് പ്രസൻറ്റ് പാസ്റ്റ് എന്ന് ഓരോ പാർട്ടിന് മുകളിൽ എഴുതി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പാർട്ടോട് കൂടി കൺഫ്യൂഷൻ തീരുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ ഇനിയും എൻ്റെ ഭാഗത്ത് നിന്ന് തിരുത്തലുകൾ വരുത്താൻ ശ്രമിക്കാം. താങ്ക് യു.